അടുത്ത ഒരു ചോദ്യം 1 പ്ലസ് 4 പ്ലസ് 9 പ്ലസ് എക്സെട്ര പ്ലസ് 144. ഇങ്ങനെ ഒരു ചോദ്യം വന്നാൽ നമ്മൾ എങ്ങനെയാ ചെയ്യേണ്ടതെന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. മുൻപ് നമ്മൾ ഇതേ മോഡലിലുള്ള ഒരു ചോദ്യം ചെയ്തിട്ടുണ്ട്, പക്ഷെ അതില് മാതൃക വ്യത്യാസം ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ ചെയ്യേണ്ടത് പഠിച്ചിരിക്കുന്ന ഏതെങ്കിലും ഒരു മോഡലിലേക്ക് ഈ ചോദ്യത്തിനെ മാറ്റാൻ പറ്റുമോ എന്നതാണ്. അപ്പം നമുക്കിവിടെ 1 എന്ന് പറയുമ്പോൾ 1ന്റെ സ്ക്വയർ, 4 എന്ന് പറയുമ്പോൾ 2ന്റെ സ്ക്വയർ, 9 എന്ന് പറയുമ്പോൾ 3ന്റെ സ്ക്വയർ, പ്ലസ് എക്സെട്ര പ്ലസ് 144 എന്ന് പറയുന്നത് 12ന്റെ സ്ക്വയർ. അപ്പൊ ഇങ്ങനൊരു മോഡലിലെ ചോദ്യം നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ തുടർച്ചയായി വരുന്ന എണ്ണൽ സംഖ്യകളുടെ വർഗങ്ങളുടെ തുക കാണുന്നതിനായി നമ്മളൊരു ഇക്വേഷനും നേരത്തെ പഠിച്ചിരുന്നു. അതായത് n ഇൻറ്റു n പ്ലസ് 1 ഇൻറ്റു 2n പ്ലസ് 1 ഭാഗം 6 നേരത്തെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ n എന്ന് പറയുന്നത് നമുക്ക് എളുപ്പത്തിൽ കണ്ടെത്താം 12 എണ്ണമാണ്. അപ്പൊ n 12. അപ്പൊ നമ്മുടെ ഇക്വേഷൻ ഇങ്ങനെ മാറുന്നു: 12 ഇൻറ്റു 12 പ്ലസ് 1 ഇൻറ്റു 2 ഇൻറ്റു 12 പ്ലസ് 1 ഭാഗം 6. ഇവിടെ അടുത്തതായി 12 പ്ലസ് 1 13 ഇൻറ്റു 2 ഇൻറ്റു 12 24 24 പ്ലസ് 1 25 ഭാഗം 6. ഈ 12നെയും 6നെയും നമുക്ക് കട്ട് ചെയ്യുമ്പോൾ ഇവിടെ 2 ഇവിടെ 1. അതായത് 2 ഇൻറ്റു 13 26 ഇൻറ്റു 25 ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എളുപ്പത്തിന് കാണാം 25 ഇൻറ്റു 25 625 അറിയാം. അതിനോട് ഒരു 25 കൂടെ കൂട്ടുമ്പോൾ 650 എന്ന് ഉത്തരം കിട്ടും.